ഒന്നിന്റെ പേരിലും തീവ്രവാദം ശരിയല്ല, അത് മാതൃഭാഷയുടെ പേരിലായാൽ പോലും. ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധി എന്നതിനപ്പുറം കേൾക്കുമ്പോഴും പറയുമ്പോഴുമെല്ലാം ഒരു ആത്മസുഖം അനുഭവിക്കുന്ന ഒന്നുകൂടിയാണ് മാതൃഭാഷ. വെൽക്കം ടു വിവേക്സ് വ്യൂസ്. ഭാഷയ്ക്ക് ഭിന്നിപ്പിക്കാനും ഒന്നിപ്പിക്കാനും ഒക്കെ കഴിവുണ്ട്. എൻ്റെ ഭാഷയാണ് വലുത്, നിന്റെ ഭാഷയും എൻ്റെ ഭാഷ തന്നെ ആകണം എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ പ്രവണതയാണ്. അത് എതിർക്കപ്പെടേണ്ടതും തോൽപ്പിക്കപ്പെടേണ്ടതുമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹിന്ദി പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ സമീപഭാവിയിൽ തന്നെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് നാണക്കേടുണ്ടാകുന്ന ഒരവസ്ഥ വരും എന്നൊക്കെ പറയുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ഹിന്ദി സംസാര ഭാഷയല്ലാത്ത സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക്. നമ്മുടെ രാജ്യത്തെ 20-ലധികം സംസ്ഥാനങ്ങളിൽ ഹിന്ദി സംസാര ഭാഷയല്ല. എന്നാൽ ഇന്ത്യയിലെ 543 ലോക്സഭാ അംഗങ്ങളിൽ 226 പേരും വരുന്നത് ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ നിന്നാണ്. മാത്രമല്ല ഹിന്ദി ഹൃദയഭൂമിയായ ഡൽഹിയിൽ നിന്നാണ് കേന്ദ്രം ഭരണം നടത്തുന്നത്. അപ്പോൾ ഭൂരിപക്ഷം സംസാരിക്കുന്ന ഭാഷ ന്യൂനപക്ഷവും ഉൾക്കൊള്ളണം എന്നൊരു വാദം ഇവിടെ കാലങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണ്. ഇങ്ങനെ ഒരു വാദം എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇതിനെ ശക്തിയുക്തമായി എതിർത്തിട്ടുണ്ട്. പണ്ട് ഹിന്ദി ഭാഷാ നയമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കുന്ന ആ ഒരു തീരുമാനം മരവിപ്പിച്ചത് തന്നെ 1963-ലായിരുന്നു. അത് തമിഴ്നാട്ടിൽ നടന്ന വലിയ പ്രക്ഷോഭത്തെ തുടർന്നായിരുന്നു. കോളനി വാഴ്ചയുടെ ഒരു അവശിഷ്ടമായിട്ടാണ് ചില ഹിന്ദി ഭാഷാവാദികൾ ഇംഗ്ലീഷിനെ കാണുന്നത്. എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളവർ അങ്ങനെയല്ല. അവർ സ്വന്തം സംസ്ഥാനം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് ഇംഗ്ലീഷാണ് കമ്മ്യൂണിക്കേഷനായിട്ട് ഉപയോഗിക്കുന്ന ഭാഷ. സംസ്ഥാനങ്ങൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും ഉള്ള എല്ലാ ആശയവിനിമയവും നടക്കുന്നത് ഇംഗ്ലീഷിലൂടെയാണ്. നമ്മളെ ഭരിച്ചിരുന്നവർ ഉപയോഗിച്ച ഭാഷ എന്നുള്ള രീതിയിൽ കാണേണ്ട ഒന്നല്ല ഇംഗ്ലീഷ്. മാത്രമല്ല മറ്റു പല ഇംഗ്ലീഷ് സംസാരിക്കാത്ത രാജ്യങ്ങളിലെയും സാഹിത്യങ്ങൾ, അവിടുത്തെ പുസ്തകങ്ങൾ എല്ലാം നമ്മൾ വായിച്ചറിഞ്ഞത് ഇംഗ്ലീഷ് പരിഭാഷയിലൂടെയാണ്. ഇമെയിലിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ കടന്നുവരവോടുകൂടി ലോകമെമ്പാടും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം കൂടിയിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ആയാലും ഇവിടെ വലിയൊരു ജോലിയിലെത്താനായിട്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കേണ്ടത് അനിവാര്യമാണ്. പിന്നെ ഒരു ഭാഷ എന്ന നിലയിൽ കൺസിഡർ ചെയ്താൽ പോലും ഇംഗ്ലീഷിന് അതിൻ്റേതായ ഗരിമയും പ്രൗഢിയും എല്ലാം ഉണ്ട്. അതിൻ്റെ സാഹിത്യം, അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ലിറ്ററേച്ചർ കളക്ഷൻ, ഇത്രയും കളക്ഷൻ മറ്റൊരു ഭാഷയിൽ ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. കോളനി വാഴ്ചക്കാരൻ്റെ ഭാഷ എന്നുള്ള നിലയിൽ അതിനെ താഴ്ത്തിക്കെട്ടുന്നത് ഇന്ത്യൻ സംസ്കാരമായ നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുക എന്ന ആശയത്തിന് എതിരാണ്. പലപ്പോഴും പല രാഷ്ട്രീയക്കാരും ഈ ഭാഷയെ അവരുടെ താൽക്കാലിക നേട്ടത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ രാഷ്ട്രീയം ഏതിൽ കലർത്തിയാലും അത് മലിനമാകുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് ഭാഷയിലായാലും അങ്ങനെ തന്നെ വരും. അതുപോലെ തന്നെ പൊതുവേദിയിൽ ഭാഷയുടെ വലിപ്പച്ചെറുപ്പത്തെ പറ്റി സംസാരിക്കുന്നതും കമ്പയർ ചെയ്ത് സംസാരിക്കുന്നതും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. കമലഹാസൻ ഈയിടയ്ക്ക് തക് ലൈഫ് എന്ന് പറഞ്ഞ തൻ്റെ സിനിമയുടെ പ്രചരണത്തിനായി കർണാടകയിൽ പോയിട്ട് അവിടെ വെച്ച് തമിഴിൽ നിന്നാണ് കന്നഡ ഉത്ഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് വാചാലനാവുകയുണ്ടായി. അതിൻ്റെ ഒരു ആവശ്യമില്ല. അത് ഒരു അൺവാണ്ടഡ് ടോക്കാണ്. അതെല്ലാം അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മാതൃഭാഷ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്, സ്നേഹമുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ മാതൃഭാഷയാണ് ഏറ്റവും മികച്ചത് എന്നുള്ളൊരു ചിന്താ രീതി അത് നമുക്ക് വരുന്നത് വളരെ അപകടകരമായ ഒരു ചിന്താ രീതിയാണ്. നമ്മുടെ ആ ചിന്താ രീതി തന്നെ അപ്പോൾ തെറ്റാണ്. നമ്മുടേത് ഏറ്റവും മികച്ചത്, നമ്മുടേത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കാം, പക്ഷെ അത് ഏറ്റവും മികച്ചതാവണമെന്നില്ല എന്ന് നമുക്ക് ചിന്തിക്കണം. ഓരോ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇഷ്ടം ഏറ്റവും മികച്ചത്, ഇത് രണ്ടും ഒരേ ആൻസർ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ചിന്താ രീതിക്ക് പലപ്പോഴും എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് കാണാം. എല്ലാ കേസിലും ശരിയാവണമെന്നില്ല, പ്രയർ കേസിൽ മാറാറുണ്ട്. സ്റ്റിൽ നമ്മളതൊന്ന് ചിന്തിച്ച് ഉറപ്പാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇംഗ്ലീഷ് പഠിക്കാതെ തന്നെ വലിയ സാമ്പത്തിക പുരോഗതി നേടിയ ചൈനയിലെ കുട്ടികൾ ഇപ്പോൾ പുതിയ തലമുറ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം കുറയുകയില്ല, മറിച്ച് കൂടുകയുള്ളൂ. സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യയിലെ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിച്ചേ മതിയാകൂ. അപ്പോൾ അതിനിടയ്ക്ക് വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഭാഷയുടെ പേരിൽ ഇവിടെ തീവ്രവാദം വളർത്താൻ ശ്രമിക്കുന്നത് തീർത്തും അപലപിക്കേണ്ട കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നന്ദി.